കാര്യങ്ങൾ എത്തിച്ചേർന്നത് രാവിലെ 5:30 പള്ളിക്കുന്ന് ക്ഷേത്ര പരിസരത്തെത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ വിൻഡോയിലൂടെ കാണുന്നത്. അനിൽക്ക സയ്യിദ് ഉണ്ട് ഇപ്പോൾ അവിടെ തെളിവെടുപ്പിന്റെ അവിടെ നിന്നും. അനിൽക്ക, തെളിവെടുപ്പ് അവിടെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എന്തെങ്കിലുമുള്ള സൂചനകൾ ഈ ആദ്യഘട്ട ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അതിനുശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ ഇന്ന് നടത്തിയ ആ ആസൂത്രണത്തെ ഒക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഗോവിന്ദചാമി പങ്കിട്ടതായുള്ള വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? എന്താണ് പുതിയ അപ്ഡേഷൻസ് ഉള്ളത്? സംഗീതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനം നൽകിയിട്ടുള്ളത്, അതായത് ഈ ഗോവിന്ദചാമിക്കൊപ്പം സഹതടവുകാരൻ ജയിൽ ചാടാൻ പദ്ധതിയിട്ടിരുന്ന അത്തരൊരു മൊഴി പോലീസിന് ചോദ്യം ചെയ്യൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സഹതടവുകാരനാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുള്ളത്. നേരത്തെ നിഖിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, അതായത് മാസങ്ങളോളം എടുത്തിട്ടുള്ള ഒരു ആസൂത്രണമാണ് ഈ ഗോവിന്ദചാമി നടത്തിയിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ജയിൽ ചാടിയതിനു ശേഷം എങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ എങ്ങനെ ഈ ജയിൽ ചാട്ടം നടത്തണമെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആസൂത്രണം ഈ ഗോവിന്ദചാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ജയിൽ ചാടാൻ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നൊരു പ്രാഥമികമായിട്ടുള്ള മൊഴിയെ ഗോവിന്ദചാമി ഈ ചോദ്യം ചെയ്യലിൽ ഈ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഈ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്ന സെല്ലിന്റെ ഈ കമ്പികളൊക്കെ തന്നെ അതിവിദഗ്ധമായാണ് ഗോവിന്ദചാമി മുറിച്ച് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസൊക്കെ തന്നെ അനുമാനിക്കുന്നത് അത്തരത്തിൽ വലിയ രീതി ആസൂത്രണം ഗോവിന്ദചാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഈ രക്ഷപ്പെടാൻ വേണ്ടി ഈ സെല്ലിന്റെ ഈ കമ്പിയുടെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് ഗോവിന്ദചാമി മുറിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അധികൃതർക്ക് ഈ ജയിൽ വാർഡനുമൊക്കെ തന്നെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നൂലുകൊണ്ട് ചുറ്റുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ ഗോവിന്ദചാമിയെ ഈ തെളിവെടുപ്പിന് കൊണ്ടുപോയ സ്ഥലം എന്ന് പറയുന്നത് ഈ തുണികൾ ഉപയോഗിച്ചും ഒക്കെ തന്നെ ഈ ഇലക്ട്രിക് ഫെൻസിങ് വലയം ഭേദിച്ചുകൊണ്ടാണ് വൈദ്യുതി പ്രവാഹമില്ലാത്ത തെളിവെടുപ്പ് പൂർത്തീകരണത്തിന് ശേഷം ഗോവിന്ദചാമി ഇങ്ങോട്ടേക്ക് വീണ്ടും എത്തിക്കുകയാണല്ലേ? ഇനി അടുത്ത സ്പോട്ട് ഏതാണ് എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? ആ മതിലിന്റെ ഭാഗത്തേത് പൂർത്തീകരിച്ചു, തെളിവെടുപ്പ് പൂർത്തീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതെ, ആ ഭാഗത്തുള്ള, അതായത് ഈ ജയിൽ ചാടിയ ഭാഗത്തുള്ള, അതായത് പുലർച്ചെ ഗോവിന്ദചാമി രാവിലെ പുലർച്ചെ ജയിൽ ചാടിയ ഭാഗത്തുള്ള തെളിവെടുപ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. അതിനുശേഷം ഈ ഗോവിന്ദചാമി ആ സ്ഥലത്ത് നിന്നും ആ ഭാഗത്ത് നിന്നും ഗോവിന്ദചാമിയെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഏകദേശം 3:30 കൂടിയിട്ടാണ് ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിൽ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോലീസിന്റെ കനത്ത സുരക്ഷയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പോലീസ് വാനിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 50ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഗോവിന്ദചാമിയെ ഈ ജയിൽ പരിസരത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് വലിയ രീതിയിൽ ആസൂത്രണം ഇതിന്റെ ഗോവിന്ദചാമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് 7 അടിയോളം വരുന്ന ഈ ജയിൽ മതിൽ വളരെ ആസൂത്രണത്തോട് കൂടിയിട്ടാണ് ഈ ഗോവിന്ദചാമി അത് ഈ തുണികൾ ജയിൽ മോചിതരായവരുടെ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജയിൽ ചാട്ടം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവിടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കും, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഈ കണ്ണൂർ ടൗൺ പോലീസ് ഈ ജയിൽ ചാട്ടുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസൊക്കെ തന്നെ അത്തരത്തിലൊരു വകുപ്പ് കൂടി പോലീസ് ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം കണ്ണൂർ ഇവിടെയുള്ള കോടതിയിൽ മജിസ്ട്രേറ്റിൽ ഹാജരാക്കിയത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇവിടെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ പാർപ്പിക്കും. ഇന്ന് ഈ രാത്രി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ വിയ്യൂർ, കേരളത്തിലെ ഏറ്റവും അതിസുരക്ഷാ ജയിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൊടും കുറ്റവാളി ആയതിനാൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ അതിസുരക്ഷ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് പോലീസുകാരുടെ അകമ്പടിയോടെ ആയിരിക്കും നാളെ വിയ്യൂരിലേക്ക് മാറ്റുന്നതിലടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അവസാനം നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും ഇവിടെയുള്ള തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അതായത് അവസാനമായി തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുള്ളത് ഈ ജയിൽ ചാടി, അതായത് ഗോവിന്ദചാമി ജയിൽ ചാടിയ ഭാഗത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ അവിടെ യുവമോർച്ചയുടെ അടക്കം ബിജെപിയുടെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ മുൻപ് കണ്ടിരുന്നു. ഇപ്പോഴും പ്രതിഷേധക്കാർ അവിടെ ഉണ്ടോ? അവിടെയുള്ള പ്രദേശവാസികളടക്കമുള്ള ആൾക്കാർ
ഈ ഗോവിന്ദചാമിയെ കാണാനോ മറ്റൊക്കെ അവിടേക്ക് എത്തിയിരുന്നു. ഈ അയാൾക്കെതിരെയുള്ള പ്രതിഷേധമൊക്കെ ഏത് വിധേനയാണ് അവിടെ ഉള്ളത്? തീർച്ചയായിട്ടും സംഗീത, അതുമായി ബന്ധപ്പെട്ട് ഈ സുരക്ഷാ വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും പ്രതിഷേധം അല്പനേരം മുമ്പാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ബി ജെ പി പ്രവർത്തകർ ഈ ജയിലിലെ മതിൽ മറികടക്കാനുള്ള ശ്രമം ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലീസ് അത് തടഞ്ഞു. അതിനുശേഷം ബി ജെ പി പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷം മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഗുരുതര സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനം ഇവരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള തെളിവെടുപ്പ് പൂർത്തിയായി മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് ഹാജരാക്കാൻ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുപോയി. അതിനുശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഈ ഒരു രാത്രി കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇങ്ങോട്ടേക്ക് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ ഗോവിന്ദചാമിയെ തിരിച്ചെത്തിക്കും. അതിനുശേഷമായിരിക്കും നാളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോലീസ് മാറ്റുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിലയിൽ ഇവിടെയുള്ള തെളിവെടുപ്പ് ഈ അല്പനേരം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. സംഗീത, തീർച്ചയായും അനൽക്ക, എന്താണെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള തെളിവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിനടുത്തുള്ള സമയം അവിടെ തെളിവെടുപ്പിനായി വിനിയോഗിച്ചു. അതിനുശേഷം ഇപ്പോൾ ഗോവിന്ദചാമിയെ അടുത്തയിടത്തേക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന അടക്കമുള്ള പ്രൊസീജിയറുകൾ ഇനി കഴിയാനുണ്ട്. അതിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അനൽക്ക സെയ്ദാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അനൽക്ക, ഇനി നേരെ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് തന്നെയാണോ പോയിരിക്കുന്നത്? അതിനിടയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് മെഡിക്കൽ പരിശോധന പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും പ്രൊസീജിയർ ഇനി പൂർത്തീകരിക്കാനുണ്ടോ? സംഗീത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോവിന്ദചാമിയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അതായത് പോലീസ് ഏകദേശം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം വകുപ്പുകൾ ഉപയോഗിക്കണമെന്ന കാര്യത്തിലൊക്കെ പോലീസ് ചർച്ച ചെയ്തുകൊണ്ട് മേലുദ്യോഗസ്ഥരോട് ചർച്ച ചെയ്തുകൊണ്ട് പോലീസ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ട് നമ്മൾ നേരത്തെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്ന് ഗോവിന്ദചാമിയെ ഇറക്കുന്ന സമയത്ത് പോലീസുകാർ SH ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ തന്നെ അതിന്റെ പണിയിലായിരുന്നു. അത് ഏകദേശം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതൊക്കെ വകുപ്പുകൾ ഉൾപ്പെടുത്തണമെന്ന കാര്യങ്ങളിലൊക്കെ തന്നെ മേലുദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞതിന് ശേഷം ഗോവിന്ദചാമി ഇന്ന് ഈ ഒരു രാത്രി കൂടി ഇവിടെ പാർപ്പിച്ചതിന് ശേഷമായിരിക്കും നാളെ വിയൂരിലേക്ക് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. സംഗീത, ശരി അനൽക്ക.